നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് സ്തുതിക്കാം. എഴുന്നേറ്റ് നിന്ന് ഒന്ന് സ്തുതിക്കാം. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഇത്തിരി വെള്ളം ഇരിക്കാം. ഒന്ന് കൊരിന്ത്യസ് 12-ാം അധ്യായത്തിലാണ് ഈ വരദാനങ്ങളെ കുറിച്ചുള്ള പൗലോസ്ലീഹായുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ വചനം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വലുതും തോന്നില്ല. എന്താണ് പറയുന്നത്? സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായി. നമ്മൾ ആദ്യത്തെ ദിവസം ഇത് പറഞ്ഞു. അപ്പൊ ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? നമുക്ക് ഒന്നും അറിയില്ല എന്ന് മനസ്സിലായി. എന്ത് മനസ്സിലായി? നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് മനസ്സിലായി. മനസ്സിലായോ? ശരിക്കും ഈ 4 ദിവസം ആയാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതാണ് പൗലോസ്. അപ്പൊ അത് 2 കാര്യം ഇതിൽ മനസ്സിലാക്കണം. ഈ അറിവ് എന്ന് പറയുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തതാണിത്, പണ്ട് പറഞ്ഞതാണ്. ഒന്ന്, നമ്മൾ ഓരോരുത്തരിലും ഒരു സ്ഥായിയായിട്ടുള്ള വരം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ഒരു തിരിച്ചറിവുണ്ടാകണം. ഇപ്പൊ ഇതിനിടയ്ക്കും ഒരുപാട് പേർക്ക് അത് കിട്ടിയിട്ടുണ്ടാകാം. ഇനി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട. നമ്മൾ ഇവിടെയുള്ള പ്രാർത്ഥനകളിൽ അത് അഭിഷേകമായിട്ടുണ്ട്. നാളെയോ അടുത്ത ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രകടമായിട്ട് അനുഭവമാകും. ഇപ്പൊ ഇതിൽ തന്നെ ഒരുപാട് പേർക്ക് രോഗശാന്തി വരമുണ്ട്. പക്ഷെ ഈ രോഗശാന്തി വരം നമുക്കുണ്ടെന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാവും? ഒന്ന്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ നിന്നും സിസ്റ്റേഴ്സ് പറഞ്ഞില്ലെങ്കിൽ കയ്യിലൊക്കെ എന്തോ സ്പാർക്ക് പോലെ ഒരു ശക്തി ഒഴുകണമായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവമായിട്ടുണ്ട് ഇവിടെ. എന്നിരുന്നാലും നാളെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അയലോകത്തെ കാർത്തിയാനി വന്നിട്ട് പറയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, ഭയങ്കര നടുവേദനയാണ്. പിന്നെ ഇതിന് വല്ല അച്ഛന്മാരുടെ അടുത്തൊക്കെ പോകും. ഞാനോട് എൻ്റെ അടുത്ത് എന്തിനാ പ്രാർത്ഥിക്കാമെന്ന്? നിങ്ങളോട് ആര് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റുമെന്ന്? ഇങ്ങനെ പറയോ നിങ്ങൾ? അതോ അയ്യോ ഉടനെ തന്നെ വായു ഇവിടെ ഇരിക്കും, കാർത്തിയാനി നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, യേശുക്രിസ്തു നിന്നിലുണ്ട്. ഞാനൊരു ഹിന്ദു ആണല്ലോ. നീ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ബുദ്ധിസ്റ്റ് ആയാലും യേശുക്രിസ്തു നിനക്ക് വേണ്ടി ജനിച്ചു. ജനിച്ചപ്പോഴേ തന്നെ നീ യേശുക്രിസ്തുവിലുണ്ട്. യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, നിന്റെ പാപങ്ങളും രോഗങ്ങളും ഏറ്റെടുത്തു. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകട്ടെ. ഈശോ പറഞ്ഞിട്ടുള്ളതാണ്. ഐ ആം നോട്ട് എ ഹീലർ. ഞാൻ സൗഖ്യപ്രാർത്ഥന നടത്തുന്ന ആളൊന്നും അല്ല, പക്ഷേ ഒരു വിശ്വാസിയാണ്. ഐ ആം എ ബിലീവർ. ഐ ആം നോട്ട് എ ഹീലർ, ഐ ആം എ ബിലീവർ. ഒന്നെല്ലാവരും പറഞ്ഞേ, ഐ ആം നോട്ട് എ ഹീലർ, ഐ ആം. അതിന്റെ ഓഡിയോ ഒന്ന് കാണട്ടെ. അത് നിങ്ങൾ തിരിച്ചൊന്ന്. ഐ ആം നോട്ട് എ ഹീലർ. ഗുഡ്. അത് റെഡ് വരാണെങ്കിൽ റെഡ് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനം വിശ്വാസികൾക്ക് അടയാളമുണ്ട്. ഞാനൊരു വിശ്വാസിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാർത്തിയാനി സുഖപ്പെടും.
ഈ ഇടയ്ക്കുണ്ടായ ഒരു സംഭവം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു എല്ലാവരോടും, നിങ്ങൾ ഈ വരങ്ങളൊക്കെ ഉണ്ട്, അത് സാവധാനം നിങ്ങളോട് ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ അയർലൻഡിൽ സംഭവിച്ചാണ്. ഒരാൾ പറഞ്ഞു അയാൾ ഗാർഡനറാണ്, ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് നേരത്തെ പോകണം, കാരണം ഞാൻ ഒരു വർക്ക് എടുത്തേക്കണത് പോയി ചെയ്യണം. അയാൾ നേരത്തെ പോയി പോകും. അപ്പോൾ പോണ വഴിക്ക് ഇയാൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനായിട്ട് വണ്ടി നിർത്തി. പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഒരുക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് വണ്ടിയിൽ മുട്ടണം. മുട്ടിയിട്ട് അപ്പോൾ ഒരു ഉടനെ നിർത്തിയിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അപ്പോൾ ക്ലാസ് താഴ്ത്തിട്ട് ചോദിച്ചു, ക്യാൻ യു പ്രേ ഫോർ മീ? പെട്രോൾ പമ്പിലെ ഇയാളൊക്കെ അന്തം വിട്ടുപോയി. പക്ഷെ ഇയാൾ ഓർത്തു, എന്നിൽ രോഗശാന്തി വരെ ഉണ്ടെന്ന് നേരത്തെ സംസാരത്തിൽ പറഞ്ഞില്ലേ, അതിനൊരു അടയാളമുണ്ട്. ഞാൻ പരിചയമില്ലാത്ത, ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കാൻ, എനിക്ക് നടുവേദനയുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാം. ഇവനങ്ങ് എക്സൈറ്റഡ് ആയിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയാണ്, ബ്രദർ പറഞ്ഞ മാതിരി വഴിക്ക് വെച്ച് തന്നെ ഒരാൾ പ്രാർത്ഥന ചോദിച്ചേക്കണം. ഇത് നിങ്ങളെല്ലാവരിലും ഉണ്ടാകാൻ പോവുകയാണ്. അതുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആളെ അയക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മളിലുള്ള വരദാനത്തെ കൺഫേം ചെയ്യുകയാണ്. ആ ആള് രോഗശാന്തി ഉണ്ടാകുമെന്നും നമ്മളറിയണ്ട. നമ്മളോട് പറഞ്ഞേക്കണത് വിശ്വാസിക്ക് അടയാളം ഉണ്ടാവും, അവര് രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാനേ പറയുന്നത്. സൗഖ്യപ്പെടുത്തുന്നത് കർത്താവാണ്. എൻ്റെ ഒരു നിഗമനം, നമ്മളിൽ പലരും രോഗികളാണ്. ഈ രോഗങ്ങൾ പ്രധാനമായിട്ട് മാറണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലൂടെ ഈ രോഗശാന്തി വരത്തിന്റെ അഭിഷേകം ഒഴുകുമ്പോൾ നമ്മൾക്കും സൗഖ്യം കിട്ടുകയാണ്. നമ്മൾ ആർക്ക് വേണ്ടി, നമ്മളെപ്പോഴും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമല്ലേ നോക്കണത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലൂടെ ഈ കൃപ ഒഴുകിയിട്ട് അയാളെ സൗഖ്യപ്പെടുത്തുന്നതോടൊപ്പം നമ്മളിലും സൗഖ്യമുണ്ടാകുകയാണ്. എനിക്കൊരു ബഹുമാനപ്പെട്ട അച്ഛൻ എൻ്റെ ധ്യാനം കൂടാൻ വന്നു. പോളണ്ടിൽ നിന്ന് വന്നു, ഓസ്ട്രിയയിൽ വന്നു. അച്ഛന് ഭയങ്കര അസുഖം, അച്ഛന് ഒന്നും കഴിക്കാൻ പറ്റില്ല, വയറിന് ഒരു പ്രത്യേക അസുഖമായിട്ട്. വെറും പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ഇച്ചിരി പുഴുങ്ങിയ കാരറ്റും മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, വേറൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രോഗശാന്തിക്ക് വേണ്ടി തന്നെ വന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഈ അച്ഛനോട് എല്ലാ ദിവസവും ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി തലയിൽ കൈവച്ച് അവരുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എല്ലാ ദിവസവും രോഗശാന്തി എൻ്റെ കൂടെ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ പറയും, അച്ഛൻ എന്നോട് ഇങ്ങനെ പറയാണ്. അയ്യോ, ഞാൻ കൈവച്ചൊന്നും പ്രാർത്ഥിക്കില്ല, എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, എനിക്കങ്ങനെ രോഗശാന്തി ഒന്നുമില്ല. ഞാൻ പറയും, അങ്ങനെ പറയല്ലേ, ഒരു വൈദികനാണ്, ഒരു വൈദികന്റെ പട്ടം കിട്ടുമ്പോൾ തന്നെ അതിനകത്ത് പറയുന്ന കാര്യമാണ്, നീ രോഗികളെ സുഖപ്പെടുത്തും, രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ. ഇപ്പൊ അച്ഛനോട് ഇങ്ങനെ പറയാണ്. ഇവിടെ ഇപ്പൊ പറയുന്നതിന്റെ കാര്യം, അച്ഛനെ സൗഖ്യം കിട്ടാൻ വേണ്ടി അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സൗഖ്യദായക ശക്തി അച്ഛനിലൂടെ ഒഴുകി അവർക്ക് സൗഖ്യം കിട്ടുന്നതിനോടൊപ്പം അച്ഛനും സൗഖ്യം കിട്ടും. എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5 ദിവസം അച്ഛൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അച്ഛൻ ഭക്ഷണമൊന്നും മാറ്റിയൊന്നുമില്ല, അത് വേറെ കാര്യം. ഇത് കഴിഞ്ഞ് അച്ഛൻ മടങ്ങി പോളണ്ടിൽ ചെന്നപ്പോൾ ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ അവിടെ കിടക്കാണ് ബിഷപ്പിന്റെ കയ്യിൽ നിന്ന്. അച്ഛൻ ഉടനെ പിന്നീട് എനിക്ക് വിളിച്ച് പറയാണ്, അപ്പോയിൻമെന്റ് ലെറ്റർ ഇതാണ്, യു ആർ അപ്പോയിന്റഡ് ആസ് എ ചാപ്ലിൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഇടവഴിയായിരുന്നു അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുത്തേക്കണ എവിടെയാണെന്ന് അറിയാമോ? ഹോസ്പിറ്റലിന്റെ സ്പിരിച്വൽ ഡയറക്ടറും ചാപ്ലിനുമായിട്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ ടൈം ഈ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ അതിന് നല്ലൊരു ട്രെയിനിങ് കിട്ടി ഇപ്പോഴേ തന്നെ. അങ്ങനെ അച്ഛൻ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് അവിടെ ഒരു ധ്യാനം നടത്താനും, അതോടുകൂടി അച്ഛൻ്റെ രോഗമൊക്കെ മാറി. അപ്പൊ ഇങ്ങനെയും ഒരു രോഗശാന്തി ഉണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തിയുടെ അഭിഷേകം നമ്മളിലൂടെ ഒഴുകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ രോഗം മാറുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിലൂടെ കർത്താവിന്റെ ശക്തി ഒഴുകണമെന്നുള്ള ഒരു ഫീൽ, യു നോ, വി ക്യാൻ ഫീൽ ഇറ്റ്.
നമ്മുടെ കൈകള് ഈ പറഞ്ഞ മാതിരി സ്പാർക്ക് മാതിരിയോ ചൂടാവണം, പലതരത്തിൽ നമുക്ക് അനുഭവം. അപ്പോൾ ഇത് പറയാൻ കാരണം, നിങ്ങൾ ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണം. അപ്പൊ നമ്മൾ ഓരോരുത്തരിലും കൃത്യമായിട്ടുള്ള 2 വരങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എല്ലാ വിശ്വാസികളിലും എന്തുണ്ട്? രോഗശാന്തി വരമുണ്ട്. പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന വരമുണ്ട്. ഞാൻ റോമില് കൊളോക്യത്തിൽ പങ്കെടുത്തായിരുന്നു. കാരിസത്തിനെ കുറിച്ചുള്ള സഭയുടെ ഔദ്യോഗിക കൊളോക്യം, ഇന്റർനാഷണൽ ഓർഗനൈസ്ഡ് ബൈ ദ കാത്തോലിക്ക സഭയുടെ ലൈറ്റി ഡിക്കാസ്ട്രിന്ന് ഓർഗനൈസ് ചെയ്തതിൽ അത് വേറൊരു തമാശ. ഇവിടെയുള്ള കരിസ്മാറ്റിക്കിന്റെ ഹെഡ് ഓഫീസിൽ അയച്ചു. ഞാൻ യൂറോപ്പിലാണല്ലോ, അപ്പോൾ എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കയറ്റിക്കോളെന്ന് ചോദിച്ചു. പക്ഷെ അവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, നിങ്ങളുടെ പേര് ഇവിടെ നിന്നുള്ള ലിസ്റ്റിലില്ല. അതെന്താ? ഞാൻ നാഷണൽ ടീമിന്റെ മെമ്പറായിട്ട് എൻ്റെ പേരെന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ അവിടെ എങ്ങനെയെങ്കിലും കയറിക്കോളെന്ന് ചോദിച്ചു. അവരോട് പറഞ്ഞു ചോദിച്ചപ്പോൾ ഇനി സീറ്റില്ലെന്നോ. അപ്പൊ ഞാൻ ഈ നാഷണൽ ഓഫീസിനെ ഒരുപാട്, ഇന്റർനാഷണൽ ഓഫീസിനെ ഒരുപാട് വീഡിയോ ഉണ്ടാക്കാനൊക്കെ സഹായിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പൊ അവരുടെ ഓഫീസിലെ സെക്രട്ടറി ഒക്കെ ആയിട്ട് എനിക്ക് നല്ല പരിചയമാണ്. തോമസ് പോൾ, ഐ എം വെരി സോറി, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഹൗസ്ഫുൾ, ഒരു റൂമും ഇല്ല. പരിശുദ്ധാത്മാവേ, നീ ഒരു വഴി ഉണ്ടാക്കണേ. ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് പറയാൻ, നീ ചോദിക്ക് ക്യാമറമാൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച്, നിങ്ങളിത് ഇത്രയും വലിയൊരു എവന്റ് അല്ലേ, ഇപ്പൊ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യണ്ടാവും? ഇല്ലില്ല, അതിനുള്ള പൈസ ഒന്നുമില്ല. അവിടെ ഒരു ക്യാമറമാനെ വിളിക്കണമെങ്കിൽ നല്ല പൈസ ആവും, 5 ദിവസം. എന്നാലേ ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു തന്നാലോ? അയ്യോ, അത് വലിയ കാര്യമായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ക്യാമറ ടീം ഒരാൾ കൂടി വേറെ ആയിട്ട് ചെന്നു, റൂമെല്ലാം അവർ ഓർഗനൈസ് ചെയ്തു. ആളുകൾക്ക് ഭയങ്കര സന്തോഷം. ക്യാമറമാൻ പ്രൈസ് എല്ലാം പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ക്യാമറമാൻ ഇതുപോലെ ഭാഷാപരത്തിൽ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ സിസ്റ്റർ അൽസീസ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിലെ, അവർക്കെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇതുപോലെ ക്യാമറമാനെ കണ്ടിട്ടില്ല. അവർക്കറിയോ ഈ ക്യാമറമാൻ ആരാണെന്ന്. എനിവേ, അപ്പൊ അതിൽ എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു ക്ലാസ് ഇപ്പൊ മരിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ട എക്സോർസിസ്റ്റായ, റോമിലെ എക്സോർസിസ്റ്റായ ഫാദർ, റെവറൻഡ് ഫാദർ ഗബ്രിയേലെ ആമോസ്. അദ്ദേഹം ഭയങ്കര പ്രാക്ടിക്കലാണ്, ഇച്ചിരി ദേഷ്യമാണ് പറയുമ്പോൾ. അതാണ് പ്രശ്നം. എന്ത് ചെയ്യാൻ പറ്റും? ആ ഫീല് കൊണ്ടാണ് പുള്ളി പറയാണ്, ബിഷപ്പുമാരുടെ പെർമിഷൻ ഉണ്ടായാലേ പിശാചിനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് എവിടെ എഴുതിയേക്കണം? ഇപ്പൊ ബിഷപ്പാര് കുറെ ഉണ്ട് അവിടെ. ഇത് ഇന്റർനാഷണൽ പ്രോഗ്രാമാണ്, ഡിക്കാസ്ട്രിയുടെ പ്രോഗ്രാം, കാർഡിനാളുണ്ട്. ഇത് കേട്ടപ്പോ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ക്യാമറമാൻ. അപ്പൊ ഇത് പറയുന്നത് വളരെ കാര്യമുണ്ട്. പുള്ളി പറയാണ്, the Lord has said very clearly, മാർക്ക് 16:17 പറയണത് വളരെ വാലിഡാണ്. അതിൽ മാർക്ക് 16:17 പറയണത് എന്താ? എവരി ബിലീവർ, വിശ്വാസികൾക്ക് അടയാളമുണ്ട്, അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. വിശ്വാസികൾക്ക്. അപ്പൊ ഇത് വാസ്തവത്തിൽ വളരെ പ്രാക്ടിക്കലാണ്. നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മള് വലിയ പിശാചുക്കളൊന്നും അല്ല, ഒരുപാട് കുട്ടി പിശാചുക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എന്തിന്? നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെയാണ് ആദ്യം പറഞ്ഞേക്കണ വരം. അപ്പൊ ഈശോ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലായാലും
അപ്പോസ്തലന്മാർക്ക് ഈ അധികാരം കൊടുത്തു. ഹീൽ ദ സിക്ക്, റൈസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പർ, കാസ്റ്റ് ഔട്ട് ഡീമൺസ്. വാട്ട് യു റിസീവ്ഡ് ഫ്രീ, റിസീവ്ഡ് ഗിവ്. പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുവിൻ, സുവിശേഷം പ്രഘോഷിക്കുവിൻ. ലൂക്കയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അവൻ 12 പേരെയും വിളിച്ചു, അവർക്ക് എല്ലാ പിശാചുക്കളുടെയും മേലെ അധികാരം കൊടുത്തു. ഒന്നാമത് മനസ്സിലാക്കണം, പിശാച് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഒന്നല്ല, ലീജിയൻ ആണ്, അല്ലേ? ഒരുപാട് പേരുണ്ട്, ഒരുപാട് തരത്തിലുള്ള പിശാചുക്കളുണ്ട്. അപ്പൊ ഇതിനെ ബഹിഷ്കരിക്കുന്നതും ഒരു വിശ്വാസിയുടെ കടമയാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പിശാചിനെ നമ്മൾ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെതായ ഒരു ലൂക്ക് വാംനെസ് ഉണ്ടാവും. നമുക്ക് അഭിഷേകമില്ലാത്തതിൻ്റെ എൻ്റെ അനുഭവത്തിൽ ഈ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എന്നിലുള്ള അഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകാൻ തുടങ്ങിയത്. ഞാനത് 1-2 പറയാം. അപ്പോൾ നമുക്ക് ആ വരം പിന്നീട് അഭിഷേകമാക്കാം. ഏത് വരം? പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന വരം. ഞാൻ ബോംബെയിലെ എല്ലാ ദിവസവും സാധാരണഗതിയിൽ ഞായറാഴ്ചയൊക്കെ രാവിലെ വാങ്ങിയാൽ പോയിരുന്നു. അന്ന് ഞാൻ എവിടെയോ ദൂരദേശത്തുനിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് വന്നിട്ട് രാവിലെ അങ്ങ് ഉറങ്ങി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. പോയില്ല. അത് കർത്താവിൻ്റെ ഒരു നയിക്കലായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. വൈകുന്നേരം അപ്പോൾ ഭാര്യയും പിള്ളേരൊക്കെ രാവിലെ പോയി. വൈകുന്നേരം ഞാൻ ഒറ്റയ്ക്ക് പള്ളിയിൽ പോയി. ഇതൊക്കെ കർത്താവിൻ്റെ പരിപാടിയായിരുന്നു. ഞാൻ പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തി. കുർബാന തുടങ്ങിയിട്ടില്ല. മുട്ടുകുത്തിയപ്പോഴേക്കും ഇതാണ് വേറൊരു അടയാളം. ഒരു അശുദ്ധാരൂപിയെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ആദ്യത്തെ പടി. ആ അശുദ്ധാരൂപിയെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് അതിനെ ബഹിഷ്കരിക്കാൻ. അപ്പൊ പരിശുദ്ധാത്മാവ് തന്നെ ഈ അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കാനുള്ള വരം നമുക്ക് തന്നാൽ നമ്മൾക്കൊരു അടയാളം തരും. ഈ അശുദ്ധാത്മാക്കൾ നമ്മുടെ അടുത്തേക്ക് അയക്കുമ്പോൾ ഇങ്ങനൊരു അശുദ്ധാത്മാവ് നിന്റെ അടുത്തേക്ക് വരാൻ പോകുന്നുണ്ട്. അതിന് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ ഒരു അടയാളം തരും. അപ്പൊ ആ അടയാളം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ അതുണ്ടാവും ഉടനെ നമ്മൾ വിജിലന്റ് ആയിരിക്കണം. എന്താ കർത്താവേ? അപ്പൊ എനിക്ക് എൻ്റെ ഈ ഇടതുവശത്ത് ഹൃദയത്തിൻ്റെ താഴെ ഒരു പ്രത്യേക തരിപ്പും ഒരു കടിയൊക്കെ ഉണ്ടാവും. ഞാൻ തുറന്ന് പറയണത് ഇന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാകാം, വേറെ എന്തെങ്കിലും അടയാളമായിരിക്കും. അപ്പൊ ഇത് കിട്ടിയാൽ ഉടനെ എനിക്ക് സിഗ്നൽ കിട്ടി. ഒരു അശുദ്ധാരൂപിയുടെ പ്രവർത്തനം എനിക്ക് ചുറ്റും ഇപ്പോൾ നടക്കാൻ പോകുന്നുണ്ട്. അതാണ് ഡിസേൺമെന്റ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാക്കളെ വിവേചിച്ചറിയുക. ആ അശുദ്ധാത്മാവ് എന്താണ്, ആരാണ്, എങ്ങനെയാണ്, അതിനെ എങ്ങനെ ബഹിഷ്കരിക്കണം എന്നുള്ളതൊക്കെ ഇനി നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഉടനെ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്താണിത്? അപ്പോ എനിക്ക് ഒരു സിഗ്നൽ കണ്ടു, ഒരു മൂവ്മെന്റ്, ഒരു ജീവിയുടെ ഒരു മൂവ്മെന്റ് കണ്ടു. ഒരു ജീവിനെ കാണിച്ചു. അപ്പോൾ നമ്മൾ ലൂക്ക 10:19 എഴുതിയിട്ടില്ലേ? സർപ്പങ്ങളുടെ മേലും അതൊക്കെ ചില വിവിധ അശുദ്ധാത്മാക്കളുടെ പ്രതീകങ്ങളാണത്. അതിന് എന്ത് ശക്തി ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ വീട്ടിൽ ചോദിക്കണം. അപ്പൊ അന്ന് അതേമാതിരി ഒരു ജീവിനെ കാണിച്ചത്. ഓക്കെ. എന്നിട്ട് എന്നോട് പറഞ്ഞു അതിനെ ബൈൻഡ് ചെയ്യാൻ. അപ്പൊ ഈ നമ്മൾ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നല്ല അർത്ഥത്തിൽ എടുക്കണം. അതായത് നമ്മൾക്ക് കർത്താവ് തന്നിരിക്കുന്ന അധികാരം, നമ്മിൽ വസിക്കുന്ന ഈശോയുടെ രാജകീയ അധികാരം നമുക്ക് തന്നേക്കുന്നത് കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അശുദ്ധാത്മാക്കളെ ഫ്രീസ് ചെയ്യാൻ പറ്റും. അവരുടെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാൻ പറ്റും. അതാണ് ബന്ധിക്കുക എന്നൂടെ പറയുന്നതിന്റെ അർത്ഥം. ബൈൻഡ് ദം.
ആ അർത്ഥത്തിൽ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, നീ അതിനെ ബൈൻഡ് ചെയ്യാം. ബൈൻഡ് ചെയ്തപ്പോ അതിങ്ങനെ സ്റ്റക്കായി, അത് ഫ്രോസണായി, അതായത് അതിന്റെ ആക്ടിവിറ്റി മരവിപ്പിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള് ടിപ്പ് ടോപ്പിൽ ഡ്രസ് ചെയ്ത ഒരാള് എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി കുർബാനയ്ക്ക്. അപ്പൊ എന്നോട് പറയാണ്, ഇയാളിലാണ് ഈ അശുദ്ധാരൂപം. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പറയണു, എന്തായാലും അരൂപിയുടെ അശുദ്ധാരൂപിയുടെ പ്രവർത്തനത്തെ നിർവീര്യമാക്കി. ഇയാൾ വന്ന് മുട്ടുകുത്തി എന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്ത് പരിശുദ്ധാത്മാവ് ഇയാളിൽ എവിടെ, എന്താണത്? എന്നിട്ട് ശരിക്കും ഒരു ദർശനം കാണിച്ചു തരികയാണ്. ഇയാളുടെ ട്രൗസറിന്റെ ഇന്നർ വെയറിന്റെ അണ്ടർവെയറിന്റെ അകത്ത് അരയില് ഒരു ചരടില് ഒരു കോപ്പർ പ്ലേറ്റ് കെട്ടിയിരിക്കണം. ഒരു കോപ്പർ പ്ലേറ്റ് എന്തിനാണ് സ്ഥാപിച്ചത്? ഏലസ്. എന്റെ കർത്താവേ, നമ്മളുടെ പരിചയം കൊണ്ട് നമുക്ക് 100% ഈ വിഷനും പരിശുദ്ധാത്മാവ് പറയണത് കൊണ്ട് നമുക്ക് നല്ല ഉറപ്പാണ് ഇത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ടിപ്പ് ടോപ്പിൽ ഇരിക്കുന്ന ഒരാളുടെ അകത്ത് ഇതൊക്കെ ഇട്ടത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ പറഞ്ഞ്, പരിശുദ്ധാത്മാവെ, ഞാൻ അങ്ങോട്ട് പോയിട്ട് ചോദിക്കൊന്നുമില്ല, അയാളോട് ഇങ്ങോട്ട് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ പറയും, അതൊക്കെ ശരിയാവും, നീ വിഷമിക്കണ്ട. എന്നിട്ട് കുർബാന ആരംഭിച്ചു. കുർബാനയിൽ ഞാൻ അയാൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഇതിനെ ഇപ്പൊ ബന്ധിച്ചു, അതിനെ എന്ന് പറഞ്ഞാൽ അതിനെ ബൈൻഡ് ചെയ്തു. ഇനി അതിനെ കംപ്ലീറ്റ് ഒഴിവാക്കണം ഇയാളിൽ നിന്ന്. അതിനാണ് ഇയാളെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ പ്രാർത്ഥിച്ച് കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുർബാനയുടെ ഇടയ്ക്ക് കർത്താവേ, ഇതിനെ അങ്ങ് തന്നെ, പരിശുദ്ധാത്മാവ് അങ്ങ് തന്നെ നയിക്കണേ. എപ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യരുത്. കംപ്ലീറ്റ് ഈ ഡെലിവറൻസ് എന്ന് പറഞ്ഞ കംപ്ലീറ്റ് പരിശുദ്ധാത്മാവിനോട് ഓരോ നിമിഷവും ചോദിച്ച് ചെയ്യണം. അപ്പോ കുർബാന കഴിഞ്ഞപ്പോ ഞാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അദ്ദേഹം നിന്നോട് സംസാരിക്കും, അപ്പോ നീ വിചാരിച്ചോളൂ. ഇതാണ് കുർബാന കഴിച്ചു. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ എപ്പോഴും കുർബാന കഴിഞ്ഞ് കുറച്ചു നേരം പ്രാർത്ഥിക്കുകയാണല്ലോ. ആളുകളെല്ലാം പോയി, ഇയാള് മാത്രം പോയിട്ടില്ല. അച്ഛനും പോയി. സാധാരണ കപ്പ്യാര് വന്നിട്ട് പറയും, സാറേ പള്ളി അടയ്ക്കണം, വേഗം പോകുന്നൊക്കെ പറയാറുള്ള ആൾ. ഇത് കപ്പ്യാരും പോയി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് നല്ലൊരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇനി ഇയാൾ എന്നോട് സംസാരിക്കാൻ ഞാനൊരു ഇടം കൊടുക്കണം. ഞാൻ സാവധാനം മുട്ടുകുത്തിയിരുന്ന് എഴുന്നേറ്റ് അവിടെ ഇരുന്നപ്പോ ഇയാൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, ആർ യു ബ്രദർ തോമസ് പോൾ? യെസ് യെസ് യെസ്. ഐ വാണ്ട് ടു ഡൈ. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞ് ഇയാൾ അങ്ങോട്ട് എമോഷണലായിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, മോനെ, ഡോണ്ട് വറി, ഇറ്റ് ഈസ് ഗോഡ് ഹു ബ്രോട്ട് യു ഹിയർ ടു ബി ടു പ്രേ ഫോർ യു. നിനക്കൊന്നും സംഭവിക്കില്ല. നീ എന്തിനാണ് ഈ എന്താ അതിന് പറയണത്, ഇതൊക്കെ ഏലസ് തരുന്ന ആൾക്കാരെന്താ പറയാ, വിച്ച് ക്രാഫ്റ്റ്. നീ എന്തിനാ വിച്ച് ക്രാഫ്റ്റുകാരുടെ അടുത്തൊക്കെ പോയത്? നീ യേശുവിൽ വിശ്വസിച്ച് കുർബാന സ്വീകരിച്ച നീ, യേശുവിന്റെ മകനായ നീ എന്തിനാ വിച്ച് ക്രാഫ്റ്റുകാരുടെ അടുത്ത് പോയത്? നിന്റെ അരയിൽ കെട്ടിയേക്കണത് എന്താ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഹൗ ഡു യു നോ ദാറ്റ്? നീ വിഷമിക്കണ്ട, നീ വരുന്നതിന് മുമ്പേ തന്നെ കർത്താവ് ഇതൊക്കെ കാണിച്ചു തന്നു. വിഷമിക്കേണ്ട, അതിനെ നിർവീര്യമാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതാണ് ദൈവത്തിന്റെ കരുണ. നിന്നെ രക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അതാരോടും പറഞ്ഞിട്ടില്ല. ഞാൻ 5000 രൂപ 25 വർഷം മുമ്പേ 5000 രൂപ അയാൾക്ക് കൊടുത്തിട്ട് അയാൾ കെട്ടി തന്നതാ. കണ്ടോ? നീ ആ
ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് കെട്ടിയത് പിശാചിനെയാണ്. മനസ്സിലായോ? കർത്താവ് നിന്നെ സമ്മതിക്കോ? കർത്താവിന്റെ മകനായ നിന്നെ കുറുക്കം പിടിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കോ? നീ വിഷമിക്കണ്ട. കർത്താവ് നിന്നെ രക്ഷിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പൊ ഇത് കറക്റ്റ് അതിനകത്ത് ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഇനി എന്ത് ചെയ്യണം? നീ കർത്താവിൽ ആശ്രയിക്കണം. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് സുവിശേഷ വചനമൊക്കെ പറഞ്ഞു വി ഹാവ് ടു പ്രൊക്ലെയിം ദ ഗോസ്പൽ. എന്ത് അവസരത്തിലായാലും, രോഗശാന്തി ആയാലും, ഡെലിവറൻസ് ആയാലും, കരിഗ്മ, അതൊക്കെ നമ്മുടെ പാപ്പയുടെ പുസ്തകത്തിൽ പറഞ്ഞേക്കണം. കരിഗ്മ എന്ന് പറഞ്ഞാൽ യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്റെ പാപങ്ങൾ ഏറ്റെടുത്തു, യേശു നിനക്ക് വേണ്ടി മരിച്ചു, യേശു ഉയർത്തു, യേശു നിന്നിൽ ജീവിക്കുന്നു. ഇതാണ് ഫസ്റ്റ് പ്രൊക്ലമേഷൻ വിച്ച് ഈസ് കോൾഡ് കരിഗ്മ. എന്താണ്? യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്റെ പാപങ്ങൾ ഏറ്റെടുത്തു, യേശു നിനക്ക് വേണ്ടി മരിച്ചു, യേശു നിന്നിൽ ഉയർത്തു, യേശു നിന്നിൽ ജീവിക്കുന്നു. 161 പാരഗ്രാഫിലാണ് തോന്നുന്നു ഈ കാര്യം എഴുതിയിരിക്കുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും സുവിശേഷത്തിന്റെ ആനന്ദം എന്ന പുസ്തകത്തിൽ. അപ്പൊ ഞാനിതെല്ലാം സുവിശേഷം പ്രഘോഷിച്ചു, ഈശോയെ കുറിച്ച് പറഞ്ഞു. ഈശോ വന്നിരിക്കുന്നത് പിശാചിന്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാനാണ്. അതുകൊണ്ട് നിന്നിലുള്ള പിശാചിന്റെ പ്രവർത്തനത്തെ യേശു ഇപ്പൊ തന്നെ നശിപ്പിച്ചിരിക്കുന്നു. ഇനി നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ സാക്രിസ്റ്റിയിലേക്ക് വാ, ഞാൻ നിന്റെ ട്രൗസർ അഴിച്ച് അതിനകത്ത് വെട്ടിയെടുത്ത് മാറ്റാം. അത് തന്നേക്കണ ആള്, നീ തന്നേക്കണ ആളെ അല്ല നോക്കേണ്ടത്. കർത്താവ് ഇപ്പൊ നിനക്കിപ്പോ മനസ്സിലായില്ലേ നിന്റെ അകത്ത് ഇത് ഉണ്ടെന്ന് കർത്താവ് എന്നെ കാണിച്ചു തന്നു. മനസ്സിലായി? വിശ്വാസമായി. അതുകൊണ്ട് നീ പോയി കുമ്പസാരിക്കണം. കുമ്പസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് നിനക്ക് ഇതിൽ നിന്നുള്ള അനുഭവം ഉണ്ടാവും, മോചനം കിട്ടും. അല്ലെങ്കിൽ ഇതൊക്കെയാണ് സൂയിസൈഡൽ കേസ് എന്ന് പറയുന്നത്. ഇവൻ മരിക്കണം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്, ഞാൻ മരിക്കും, ഞാൻ ചാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനെ കംപ്ലീറ്റ് മാറ്റി. അങ്ങനെ സാക്രിസ്റ്റിയിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അവിടെ നല്ലൊരു കത്രികയിരിക്കണം, ഒക്കെ അവിടെ ഒരുക്കി വെച്ചേക്കണമായിരുന്നു. അവന്റെ കപ്പട ഉത്താറ, അവന്റെ ഡ്രസ്. അപ്പൊ അതാണ് പള്ളിയിൽ ആരുമില്ല, സാക്രിസ്ത്യൻ പോലുമില്ല. അങ്ങനെ അവന്റെ ട്രൗസറൊക്കെ അയച്ചു. അവൻ പേടിയാണ് ഇതിപ്പോ തൊടാനായിട്ട്, തൊടാൻ പേടിയാണ്. ഇതാണ്ട് വിശാലല്ലേ. അപ്പൊ അതിനെ അഴിച്ച് മുറിച്ച് നിർവീര്യമാക്കി ഡിസ്പോസ് ചെയ്തു. ഒന്ന് സൂചിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ആത്മാക്കളെ വിവേചിച്ചറിയുന്ന വരം, ഞങ്ങളിൽ തുറക്കണമേ. ആത്മാക്കളെ വിവേചിച്ചറിയുന്ന വരം ഞങ്ങളിൽ തുറക്കണമേ. ഇത് ഉദാഹരണങ്ങളിലൂടെയാണ് ഇത് എളുപ്പം മനസ്സിലാവും. മറ്റൊരു ഉദാഹരണം ഉണ്ടോ? എന്താ പറഞ്ഞ? മനസ്സിലായില്ല. നിർവീര്യമാക്കണം. അത് ഇത്രയും പറഞ്ഞത്, യേശുവിന്റെ നാമത്തിൽ ഐ ബൈൻഡ് യു, യേശുവിന്റെ നാമത്തിൽ ഐ ബൈൻഡ് യു. ഇത്ര പറഞ്ഞത്, യേശുവിന്റെ നാമത്തിൽ നിന്നെ നിർവീര്യമാക്കും. നമ്മൾ യേശുവിൽ വിശ്വസിച്ച് ഇത് ചെയ്യാൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. എന്റെ നാമത്തിൽ സകല പിശാചുക്കളുടെയും അധികാരം തന്നേക്കണം. ഓക്കെ. അപ്പൊ ഈ അധികാരം അതാണ് ഗബ്രിയേൽ ആമൂത്ത് പറഞ്ഞത്. ഈ അധികാരം ബിഷപ്പുമാർക്കും വൈദികർക്കും മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ നടത്തുമ്പോൾ ചില പിശാചുക്കൾ വളരെ വലിയ പൈശാചിക ശക്തിയുള്ളതാണെങ്കിൽ അത് പോവില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് തന്നെ പറയും, നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നീ ഒരു വൈദികന്റെ സഹായത്തിന് പോകണം, അല്ലെങ്കിൽ അതിലും വലുതാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും ബിഷപ്പിന്റെ അടുത്ത് പോകണം. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തെ ഞാൻ പറയാം. വേൾഡ് യൂത്ത് ഡേ ജർമ്മനിയിൽ നടക്കാണ്. ആ വേൾഡ് യൂത്ത് ഡേ നടക്കുന്നതിന്റെ തലേ വർഷം തന്നെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, നീ വേൾഡ് യൂത്ത് ഡേയുടെ സമയത്ത്, ഇപ്പൊ ഞാൻ ജർമ്മനിയിൽ നമുക്ക് ഒരുപാട് അഡോറേഷൻ സെന്ററുകളുണ്ട്, അഡോറേഴ്സ് ഉണ്ട്, ജർമ്മൻകാർ തന്നെ.
ട്രെയിനിങ് ചെയ്തവരുണ്ട്. ദിനരാത്രം വേൾഡ് യൂത്ത് ഡേയുടെ ആ വെന്യൂയുടെ അടുത്ത് ഒരു ചാപ്പലിൽ ഇരുന്ന് നിങ്ങൾ രാവും പകലും പ്രാർത്ഥിക്കണം. ആ വേൾഡ് യൂത്ത് ഡേയിൽ ഉണ്ടാകാൻ പോകുന്ന പൈശാചികതയെ ബൈൻഡ് ചെയ്യാനും അതിൽ നിന്ന് അവരെ രക്ഷിക്കാനും. അപ്പോൾ അന്ന് നമ്മൾ ജീസസ് യൂത്തും യൂത്ത് എറൈസ് ഇന്റർനാഷണൽ എന്ന് പോലത്തെ ഒരു ഇന്റർനാഷണലും ഒക്കെ ആയിട്ട് ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പോൾ ഞാൻ മനോജ് സണ്ണിയോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ വേൾഡ് യൂത്ത് എറൈസ് ഇന്റർനാഷണലുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രമിസസിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഒരു ചാപ്പൽ ഉണ്ടാക്കി അവിടെ ഇരുന്ന് നമുക്ക് അത്യാവശ്യം കിടക്കാനുള്ള സൗകര്യമൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പേ തന്നെ ഞാനും ടീമൊക്കെ അവിടെ ചെന്നു. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു. ജനങ്ങളെല്ലാം യൂത്തെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദർശനം ഇങ്ങനെ വന്നു. ഒരു ആന ഇങ്ങനെ ബഹളമുണ്ടാക്കണം. അപ്പൊ ആന ഇങ്ങനെ വയലന്റ് ആവുകയാണ്. ആനയുടെ വയലന്റ് ആവണതിന്റെ കാര്യം എന്താണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആനയുടെ മുതുകിനൊരു കുപ്പിച്ചില് കയറിയിരിക്കണം. ഈ ആന തുമ്പിക്കൈ എടുത്തിട്ട് ഈ കുപ്പിച്ചില്ലിനെ പറിക്കാൻ നോക്കിയിട്ട് കെട്ടണില്ല. അപ്പൊ ആ കുപ്പിച്ചില്ല് ആനയെ വേദനിപ്പിക്കുകയും ആന ഇങ്ങനെ വളരെ വയലന്റ് ആയിക്കൊണ്ടിരിക്കണം. എന്താണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചപ്പോൾ പറയാണ്, ഈ ഒരു എലിഫന്റൈൻ മൂവ്മെന്റ് ആണ് ഇവിടെ നടക്കാൻ പോണത്. അതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഒരു പൈശാചിക ശക്തി പ്രവർത്തിക്കുന്നു. അപ്പോ വളരെ ഹൈടെക് ഇന്റലിജൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം വെട്ടിച്ച് ചില യുവാക്കളെ ആരോ ഇതിനകത്ത് ഇറക്കിയിരിക്കുകയാണ്. അതിങ്ങനെയാണ്, അവന്റെ കയ്യിൽ ബോംബോ ആയുധങ്ങളൊന്നുമില്ല. ഇത്രയും വലിയ ജനാവലിയുടെ നടുക്ക് അവനിങ്ങനെ അലറിക്കൊണ്ട് പറയും, ബോംബിട്ടേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒച്ചുണ്ടാക്കുമ്പോ ജനം അങ്ങ് ഇളകി വശായി ഓടി ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവും. ഇതാണ് കർത്താവ് കാണിച്ചു തരുന്നത്. മനസ്സിലായോ? അപ്പോ ഈ പൈശാചിക ശക്തിയെ ബന്ധിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതിന് ഒരു ബിഷപ്പിനെ വിളിക്കണം എന്ന് പറഞ്ഞു. ബിഷപ്പിനെ വിളിക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചു. ഞങ്ങളാലാവുന്ന മാതിരിയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ പറഞ്ഞു ബിഷപ്പിനെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ ബിഷപ്പിനെ വിളിക്കാൻ വേണ്ടി ഈ ചാപ്പലിൽ ഇരുന്ന് ഓടി പുറത്തു വരുമ്പോൾ ഇതിനെ അവിടെ നിൽക്കണം. നമ്മുടെ പൂനെയിലെ വലേറിയൻ ഡിസൂസ ബിഷപ്പ് അവിടെ നിൽക്കണം. അതായത് നമ്മള് വലേറിയൻ ഡിസൂസ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് നാഷണൽ കൗൺസിലിൽ എപ്പോഴും മീറ്റ് ചെയ്യുന്നതും കരിസ്മാറ്റിക്കിന്റെ ബിഷപ്പ്. അല്ലാണ്ട് നമ്മളോട് മാറിയ ബിഷപ്പിന്റെ അടുത്തൊക്കെ പോയിട്ട് പറഞ്ഞ അവരാരെങ്കിലും നീ ആരാണ് പല കറക്റ്റ് ഈ ബിഷപ്പ് അവിടെ തൊട്ട് മുമ്പിൽ അവിടെ വന്ന് നിൽക്കണം. അതാണ് ഈ ആത്മാവിന്റെ നയിക്കൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, മൈ ലോർഡ്ഷിപ്പ്, there is urgent need, we have met with such a thing. ഞാൻ ഉടനെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അവിടെ ഒരു evil spirit is working so strongly with this, so the message is that it can be removed only by a bishop. അപ്പോൾ yes, then we go. ബിഷപ്പ് ഓടി വന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. ബിഷപ്പ് അതിനെ ബൈൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഉടനെ ദർശനത്തിൽ കാണുകയാണ് ഒരു നീല നെറ്റ് വന്ന് ഈ ആനയുടെ മീതെ ഇങ്ങനെ വീണു. ആന ശാന്തമായി. എന്ന് പറഞ്ഞാൽ മാതാവ് ഈ കാര്യം ഏറ്റെടുത്തു. ഈ സാഹചര്യത്തിലെ ഡെലിവറൻസ് ചെയ്യുക മാത്രമല്ല, അതിനെ പ്രൊട്ടക്ട് ചെയ്തു. ഒന്ന് നോക്കി, 1 വർഷം മുമ്പേ ഞങ്ങളെ ഇതിനു വേണ്ടി ഒരുക്കി അവിടെ കൊണ്ടുപോയി പ്രാർത്ഥന ആരംഭിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ചെയ്യാം. ഇനി വേറൊരു സംഭവം, ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ആ സിഗ്നൽ വന്നിരിക്കും. സിഗ്നൽ, ഒരു അശുദ്ധാരൂപിയുടെ സിഗ്നൽ. എന്താണ്? അപ്പോ ഒരു ദർശനം കാണുകയാണ്. ഒരു കിനാവള്ളി, ഒക്ടോപ്പസ് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആസ് യൂഷ്വൽ അതിനെ ബൈൻഡ് ചെയ്യാൻ പറഞ്ഞു.
അപ്പോൾ ബൈൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ഈ ഒക്ടോപ്പസ് 8 വാലുള്ള ഇത് അവിടെ അങ്ങ് സ്റ്റക്കായി, ഫ്രീസായി. ഇനി എവിടെയാണിത്? ആരിലാണിത്? അവിടെ സ്റ്റേജിൽ ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഒരാരോ, നമ്മൾ ഈ വണ്ടിയൊക്കെ ലെഫ്റ്റ് റൈറ്റ് എടുക്കുമ്പോൾ ഒരാരോ പറ്റില്ല പച്ച കളറിൽ, അങ്ങനെ ഒരാരോ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ആരോയിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരോയിൽ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ സ്റ്റക്കായി. എന്നിട്ട് ആരോ നിന്നു. ഇനി കണ്ണ് തുറക്കാൻ പറഞ്ഞു. കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് ആ സ്റ്റേജിൽ നിൽക്കണ ആളുടെ കാലിൽ ഒരു പിച്ചള റിങ് ഇട്ടേക്കണം, കാലിലൊരു വിരളിൽ. അതാ കാണുന്നത്. ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കാലിലെ പിച്ചളല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൈശാചികത. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്, നമ്മുടെ യുദ്ധം ജലരക്തങ്ങൾ തമ്മിലല്ല, അന്ധകാര ശക്തികൾ എക്സെട്ര എക്സെട്ര. എന്നിട്ട് പറയാണ് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. അപ്പോ എന്ത് ചെയ്യണം? അപ്പൊ അതിനെ ബൈൻഡ് ചെയ്തു. ഇനി അതിന്റെ അപകടം തീർന്നു. പക്ഷേ ആ ആളുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവരോട് നീ സംസാരിക്കണം. ഓക്കെ, അപ്പൊ ഞാനൊരു കുറിപ്പ് എഴുതി കൊടുത്ത് എനിക്ക് ഒരു കാര്യം ഒന്ന് സംസാരിക്കാനുണ്ട് പേഴ്സണലായിട്ട്, അതിന് സമയം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം തന്നു. ഞങ്ങളൊരിടത്ത് ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഞാൻ എല്ലാം പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ഇത് ഒരാള് ഒരു പിക്ചറിങ് കൊണ്ടുവന്ന് തന്നു. ആമവാദം ആ വാദം ഇല്ലാതിരിക്കാനായിട്ട് ഇത് ഇട്ടാൽ നല്ലതാന്ന് പറഞ്ഞ് വേഗം അത് മേടിച്ചു. പക്ഷെ അതിൽ ഒരു വിച്ച് ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അതാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വളരെ മനോഹരമായിട്ട് അത് കൈകാര്യം ചെയ്തു. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും നമ്മൾ ഒരുവിധം പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ സ്പിരിറ്റുകളെ വരുന്നതെന്നുള്ളത്. ഉത്തരേന്ത്യയിലൊരു സ്ഥലത്ത് ഞാൻ കൺവെൻഷൻ നടത്തുമ്പോൾ ഒരാൾ വയലന്റ് ആയിട്ട് 2-3 പേര് പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അവനിലൊരു പിശാചുണ്ട്. അത് അവൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ശരിയാണ്, അവനിലൊരു പിശാചുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് അവന്റെ കൈയുടെ മസിലിന്റെ അകത്ത് ഒരു പിച്ചളത്തകിട് ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും ദർശനത്തിൽ കാണിക്കാം. മസിലിൽ ഈ എക്സ്റേ എടുക്കുമ്പോൾ കാണുന്ന മാതിരി മസിലിന്റെ അകത്ത്, ക്യാൻ യു ബിലീവ് ഇറ്റ്, ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് തുറന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പിച്ചളത്തകിട് കയറ്റി വെച്ചേക്കണം. അപ്പോ നമ്മളിപ്പോ തുറക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ അതിനെ പ്രാർത്ഥിച്ച് അതിനെ ബൈൻഡ് ചെയ്യാൻ നിർവീര്യമാക്കി കഴിഞ്ഞതോടെ അവൻ ഫ്രീ ആയി. ഇനി അത് എടുത്തു കളയാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള. ഇനി വേറൊരു സംഭവം ഇതാണ്. ഒരു പെണ്ണ് വന്നിട്ട് ഡെലിവൻസ് പ്രാർത്ഥിച്ചേ എന്റെ അകത്തൊരു പിശാച്. അതേതാണ്ട് ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റ് മാതിരി. അങ്ങനെ നിന്റെ അടുത്ത് പിശാചിട്ടോ, നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നണില്ല, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ. പ്രാർത്ഥിച്ചപ്പോ പറയാണ്, ഈശോ പറയാണ്, നിന്റെ അകത്തുള്ള പിശാച് അമ്മായിയമ്മയോടുള്ള വെറുപ്പാണ്. പിന്നെ അവര് പിന്നെ അല്ല അങ്ങനെ അങ്ങനെയൊക്കെ ഇത് ശരിക്കും അങ്ങ് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിനക്ക് നിന്റെ ഭർത്താവിനെ ഇഷ്ടമാണോ? ഓ, അയാൾ നല്ലൊരു മനുഷ്യനാണ്, ഈസ് എ ഹോളി മാൻ, ഗുഡ് മാൻ. ആഹാ, അപ്പോ അയാളെ പെറ്റ് പ്രസവിച്ച് വളർത്തിയ ആ അമ്മയെ നിനക്ക് ദൈവത്തിന് നന്ദി പറയേണ്ടത്. നിനക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ തന്ന ആ അമ്മയെ പ്രതി നിനക്ക് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞൂടെ? ഓ, അത് ശരിയാണല്ലോ. പിശാച് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന് നന്ദി പറയും, നിനക്ക് നിന്റെ ഭർത്താവിന് ഇത്ര ഇഷ്ടമാണ്,
ഈ ഭർത്താവിനെ വളർത്തിയ ഈ അമ്മ ഫലം നല്ലതെങ്കിൽ വൃക്ഷം നല്ലത്, ആ വചനം കൊടുത്തു. ഇഫ് ദ ഫ്രൂട്ട് ഈസ് ഗുഡ് ദ ട്രീ ഈസ് ഗുഡ്. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിലൊക്കെ ഉണ്ടാവും. അങ്ങ് ക്ഷമിക്കേ, അങ്ങ് ക്ഷമിക്കേ. ഒരു വയസ്സായ സ്ത്രീ നിന്റെ അമ്മയെ പോലെ ക്ഷമിക്കാല്ലേ, ക്ഷമിക്കും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, വീണ്ടും ഈ പിശാച് എന്ന് പറയുന്നത് ദൈവത്തിന് ഓപ്പോസിറ്റാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? സ്നേഹമാണ്. എന്താ യോഹന്നാൻ ദൈവം സ്നേഹമാകുന്നു. സ്നേഹം അഗൈൻ എ പേഴ്സൺ. ലവ് ഈസ് എ പേഴ്സൺ. ദൈവം സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ്. അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ പിശാച്. അപ്പൊ സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ശത്രുത, കലഹം, കോപം, വിഭാഗീയ ചിന്ത, ഇതെല്ലാം പിശാചാണ്. അപ്പൊ നമ്മളിൽ അത് ഉണ്ടാകുമ്പോ നമ്മൾ അറിയുന്നില്ല അത് പിശാചാണെന്ന്. അപ്പൊ അതാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല ഒരു ഡെലിവറൻസ് പ്രയർ. നമ്മൾ ഇപ്പൊ എന്നോട് ക്ഷമിക്കണം കേട്ടോ, നിങ്ങളെയൊക്കെ ഒരുപക്ഷെ ബുദ്ധിമുട്ട് തോന്നും. എനിക്കൊരിക്കലും മിഖായേൽ മാലാഖയോട് ഡെലിവറൻസിൽ പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടേ ഇല്ല. ഈശോ മിശിഹ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറയും. ഷോക്കടിച്ചോ? നമ്മൾ ധ്യാനകേന്ദ്രത്തിന്റെ മുമ്പിൽ മിഖായേൽ മാലാഖയുടെ ചിത്രം യേശുക്രിസ്തുവിനേക്കാളും വലുതുണ്ടാക്കി വെച്ചേക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിലുള്ള സുവിശേഷത്തിന്റെ എതിരായിട്ടുള്ളൊരു ഭാഗം. അതെല്ലാം ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് പറയണത്. അതിനെല്ലാം കാരണങ്ങൾ വേറെ ഉണ്ട്, അത് പഠിക്കണം. ഞാൻ പറയുന്നത് ഈശോ മിശിഹ പറഞ്ഞില്ല എന്നാണ്. മാപ്പാപ്പ പറഞ്ഞ മാതിരി ചെയ്തോ, നോ പ്രോബ്ലം. അത് പറയാ ഞാൻ. ആരുടെ സംരക്ഷണമാണ് വേണ്ടത്? യേശു മിശിഹ സംരക്ഷിച്ചാ പോരെ. അപ്പൊ നമ്മളെ ഇപ്പോ അന്നത്തെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി, അതിനെക്കുറിച്ച് ഇതുണ്ടായി, പല അച്ഛന്മാരും എല്ലാ ആൾക്കാരെല്ലാവരും കൂടി ഉണ്ടാക്കി, അങ്ങനെ ഒരു പിതാവ് അങ്ങനെ ഒരു ഇറക്കി. അപ്പൊ എല്ലാവരും അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിശാച് പോണ്ട. പിശാച് പോണുണ്ടോ നോക്ക്. ഏത് കുടുംബത്തിലാ പിശാച് ഇല്ലാത്തത്? ഏത് പള്ളിയിലാ പിശാച് ഇല്ലാത്തത്? ഏത് മഠത്തിലാ പിശാച് ഇല്ലാത്തത്? ക്ഷമിക്കണേ, ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാം. ട്രിച്ചി രൂപത അവരെന്ത് ചെയ്തു? എല്ലാ അച്ഛന്മാരെയും ഒരു 2 ബസ്സിൽ കയറ്റി വേളാങ്കണ്ണിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് വേളാങ്കണ്ണിയിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ധ്യാനം. അപ്പൊ ഞാൻ ധ്യാനിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ, കുർബാനയൊക്കെ തമിഴില്. അപ്പൊ അന്നൊരു കുർബാനയില് അന്നത്തെ വചനം ഇതായിരുന്നു. നമ്മളെ മലയാളത്തില് അണലി സന്തതികളെ എന്നാ പറയുന്നത്. അണലി സന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ എങ്ങനെ അങ്ങനെ. അത് പക്ഷെ തമിഴിൽ അത് വായിച്ചപ്പോഴേ, തമിഴ് ഇവിടെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? തമിഴില് ആ വായിച്ചാണ്, അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പിടി നന്മ ചെയ്യ മുടിയും. എനിക്കത് ഭയങ്കര ഒരു വാത്സല്യം തോന്നി. അണലിപ്പാമ്പിൻ പൈതങ്ങളെ കണ്ടോ, ഒരു ലാംഗ്വേജ് ഇല്ലേ? എക്സാക്ട്ലി, വിരവിൻ. പക്ഷെ അന്ന് പൈതങ്ങളെന്നാണ് കേട്ടോ അവിടെ വായിച്ചത്. വിരവിൻ എന്നുള്ള കറക്റ്റ്. വിരിയൻ പാമ്പിൻ പൈതങ്ങളെ. കുട്ടികളും പൈതങ്ങളും കറക്റ്റ് അല്ലേ? എന്നാലും സന്തതി എന്ന് പറയുമ്പോ നമുക്കൊരല്പം അപ്പൊ അന്ന് പ്രസംഗം പറഞ്ഞ അച്ഛൻ പറയാണ്, അതാണ് ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് ഈ തമിഴ്നാട്ടിൽ.
വീട്ടുക്ക് ഒരു പെയ്, മതത്തിற்கு ഓട്ടുക്ക് ഒരു പെയ്. അച്ഛൻ പറഞ്ഞോ. അതായത് ഒരു ചൊല്ലുണ്ട്, ഓരോ വീട്ടിലും ഒരു പിശാചുണ്ട്. അത് മഠമാണെങ്കിൽ അതിന്റെ ഓരോ ഓടിലും ഒരു പിശാച്. അപ്പൊ ഇത് പൗലോസ്ലീഹ പറയുന്നതാണ്. പൗലോസ്ലീഹ പറയുന്ന സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. ഇനി പള്ളിയുടെ കാര്യോ ബിഷപ്പ് ഹൗസിന്റെ കാര്യോ പറഞ്ഞില്ല, പാരിഷ് കൗൺസിലിന്റെ കാര്യോ. ഓക്കെ, അപ്പോ ഈ യേശു ക്രിസ്തുവാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നമ്മൾ ചെയ്യാറുള്ള പ്രാർത്ഥന. എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ആദ്യം സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന ചെയ്യും. അപ്പൊ ഇതിലുള്ള ഡെലിവറൻസിന്റെ സ്റ്റേജുകൾ മനസ്സിലാക്കണം. ഒന്ന്, ഇത് യേശു തന്നെയാണ്, ഈശോ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിത്യപുരോഹിതനായ ഈശോ തന്റെ പരമാധികാരം, രാജകീയ അധികാരം, പൗരോഹിത്യ അധികാരം, പ്രവാചക അധികാരം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പറയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണേ. അടുത്ത സ്റ്റെപ്പ്, അങ്ങയുടെ രാജ്യം വരണമേ. ഇത് പറയുമ്പോ ഞാൻ ശരിക്കും ദർശനത്തിൽ കണ്ടിട്ടുണ്ട്, പിശാചുക്കളെ ചവിട്ടി താഴ്ത്തുന്ന ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുന്നത്. പിശാചുക്കൾ സ്റ്റാമ്പായി പോവുകയാണ്. എന്താ പറയുന്നത്? അങ്ങയുടെ രാജ്യം വരണം. അതൊരു ഡെലിവറൻസ് പോയിന്റ് ആണ് പ്രാർത്ഥന. രണ്ടാമത്തെ പോയിന്റ്, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയുമ്പോഴും ഡെലിവറൻസ് നടക്കണേ. കാരണം പിശാച് എപ്പോഴും നമ്മളെ എന്താ വാക്ക് പറയണേ? പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് ദൈവഹിതത്തിന് എതിരായിട്ട് ചെയ്യാനാണ്. ദൈവഹിതത്തിന് നമ്മൾ എതിരായി ചെയ്യുമ്പോൾ അത് പിശാചിന് സന്തോഷമായി, ദൈവത്തിന്റെ ഹിതം നിറവേറുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങയുടെ ഹിതം നിറവേറണേ എന്ന് പറയുമ്പോഴും ഡെലിവറൻസ് ആണ്. എവൻച്വലി അറ്റ് ദ എൻഡ് എന്താ പറയണത്? Deliver us from all evil. Perfect. For the power, kingdom and glory is yours. Perfect deliverance prayer. ഇനി സംരക്ഷണ പ്രാർത്ഥനയുടെ കാര്യം പറയും. കർത്താവ് ഇപ്പൊ ഇവിടെ നിങ്ങള് തിരുരക്തക്കടലിൽ മുക്കണെന്നൊക്കെ പറയണത് ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു. എന്തടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണേ? ആര് പറഞ്ഞിട്ടാ ഈ പ്രാർത്ഥന? അതിന്റെ എന്താ അർത്ഥം? അപ്പൊ അതാണ് പ്രശ്നം നമ്മുടെ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈശോ എന്നോട് ഒരിക്കൽ പറയാണ്, നീ പണ്ട് ഇതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്, എന്ത് ചെയ്യാൻ പറ്റും? തിരുരക്തം തെളിക്കണേ, സംരക്ഷിക്കണേ. അപ്പൊ ഈശോ എന്നോട് പറയാണേ, അത് നമ്മൾ ഈശോയോട് സംസാരിക്കണം. ഈ നിത്യാരാധന ചാപ്പലിൽ ഇരുന്നിട്ട് ഈശോ നമ്മളോട് സംസാരിക്കണത് കേൾക്കണം. ഈശോയെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ ഈശോ പറയാണ്, നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയില് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലേ? പിന്നെ ഇനി നിന്റെ മേല് തെളിക്കേണ്ട എന്താ ആവശ്യം? സിമ്പിൾ ലോജിക്. എന്തിനാണ് ശക്തി? മാത്രമല്ല ഈശോ പറഞ്ഞിട്ടുണ്ടോ രക്തം തെളിക്കാൻ? അപ്പൊ എവിടെ നിന്നാണ് തെളിക്കലുണ്ടായത്? ആ വചനം നമ്മളിവിടെ പറഞ്ഞോ? എസെക്കിയേൽ നിയമാവർത്തന ഗ്രന്ഥത്തിൽ 12:23 നിയമാവർത്തനം 12:23 എന്ന് വായിച്ചേ. അതിൽ പറയുകയാണ്, ഈ ആടിന്റെ രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്, അത് തെളിക്കണം, അത് ഭക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഭക്ഷിക്കാൻ പാടില്ല? 12:23. ഒന്ന് മാത്രം ശ്രദ്ധിക്കുക,
രക്തം ഭക്ഷിക്കരുത്. കാരണം രക്തം ജീവനാണ്. മാംസത്തോടൊപ്പം ജീവനെയും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങളത് ഭക്ഷിക്കരുത്. ജലമെന്നതുപോലെ നിലത്തൊഴിച്ച് കളയണം. നിങ്ങളത് ഭക്ഷിക്കരുത്. അപ്പോ ഈ മൃഗത്തിന്റെ ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ ആ രക്തത്തിൽ ദൈവത്തിന്റെ ജീവനുണ്ട്. രക്തത്തിൽ ജീവനുണ്ട്. അത് തെളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാവും. അത് ഭക്ഷിച്ചാൽ ആ മൃഗത്തിന്റെ ജീവനുമായിട്ട് നിങ്ങൾ ബന്ധമാകും. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈശോ പറയണത്, ഇത് സമീനവും നവീനവും സനാതനവുമായ എൻ്റെ ഉടമ്പടിയുടെ രക്തമാണ്, ഇത് നിങ്ങൾ പാനം ചെയ്യുവേൻ. അപ്പൊ ഇത് പാനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവിക ജീവനുമായിട്ട് നമുക്ക് പങ്കാളിത്തം. അപ്പൊ ആ ദൈവിക ജീവൻ നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും 10:10 അത് സമൃദ്ധിയായി നൽകാനുമാണെന്ന് വിശ്വസിക്കുമ്പോൾ പിന്നെ നമ്മുടെ മീതെ തെളിക്കേണ്ട ആവശ്യമുണ്ടോ? സംരക്ഷണ പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമുണ്ടോ? ഞാനൊരു സംരക്ഷണ പ്രാർത്ഥന നടത്താറില്ല. കാരണം എന്റെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവനോടെ ഇരിക്കുന്നു. ഇനി എന്നെ സംരക്ഷിക്കാൻ ഞാൻ ആ കർത്താവിനോട് പറയണോ? ഇതൊക്കെയാണ് പുതിയ അഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ വളരാത്ത എന്തുകൊണ്ട്? അയ്യോ 99 സങ്കീർത്തനം പാടി പോയിക്കോട്ടോ, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവും, പിശാച് നിന്നെ തകർത്ത് വരും. ഈ പിശാച് ആരാ? കാറ്റഗിസം 395 പറയുകയാണ്, പിശാച് ഒരു സൃഷ്ടി മാത്രമാണ്. പിശാച് ആരാണ്? ഒരു സൃഷ്ടി മാത്രമാണ്. കർത്താവോ സൃഷ്ടാവ്. അപ്പൊ ഈ സൃഷ്ടാവായ ദൈവം നമ്മളിൽ ഇരിക്കുമ്പോ ഈ സൃഷ്ടിയായ പിശാച് നമ്മളെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതാണ് പിശാചിനെ ഏതാണ്ട് കർത്താവിനേക്കാളും വലിയ ഒരു സംഭവമായിട്ട് നമ്മളിങ്ങനെ ചിത്രീകരിക്കും. പിശാച് ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ, അതുകൊണ്ട് സൂക്ഷിക്കണം. ഇതൊക്കെ നമ്മുടെ അന്ധവിശ്വാസമല്ലേ? സഭയുടെ പ്രബോധനം നോക്ക്. അപ്പൊ പിശാചിനെ ആ പുണ്യവതിനെ അങ്ങനെ ചെയ്തു, അതെല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കുകയാണത്, അവരെയും പഠിപ്പിക്കുകയാണ്. അപ്പൊ അവരെല്ലാം കർത്താവിന്റെ പേര് പറഞ്ഞ് പഠിക്കും. പിശാച് ഓടിപ്പോയി. കൊച്ചുദേശിയുടെ നാമാലികയിലെ ഒരു പാവുണ്ട്. കൊച്ചുദേശിയ പുണ്യവതി ഈ ഇസ്തിരി ഇരുന്ന മുറിയിലേക്ക് വന്നപ്പോ പിശാചുക്കളൊക്കെ ഓടിക്കളഞ്ഞു. അതാണ് സാക്ഷാൽ ക്രിസ്ത്യാനി. ഇസ്തിരി എന്ന് വെച്ചാൽ ഈ വാഷ്റൂം, അല്ലെങ്കിൽ വാഷ്റൂം അല്ലത് അയൺ റൂമിന്റെ അകത്ത് പിശാചുക്കൾ ഇരിക്കായിരുന്നു. കൊച്ചുദേശിയ പുണ്യവതി അതിനകത്ത് വന്നപ്പോഴേക്കും ഇവരൊക്കെ ഓടിക്കളഞ്ഞു. ഒരു ക്രിസ്ത്യാനിയെ കണ്ടാൽ പിശാച് ഓടുമോ ഇല്ലയോ? വിശ്വസിക്കോ? കാരണം എന്തുകൊണ്ടാ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. വിശ്വസിക്കോ? എന്നിട്ട് ഇത്രയും വലിയ പ്രൊട്ടക്ഷൻ പ്രാർത്ഥനകളൊക്കെ നടത്തി സമയം കളയാതെ, കർത്താവേ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മധ്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകാം. എന്താ വിചാരിച്ചിരിക്കണം നിങ്ങളെ കുറിച്ച്? ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് നിങ്ങളിൽ വസിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പൗലോസ്ലീഹ പറയാണ്, നിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചറിയുവിൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ ഞാൻ വർഷങ്ങളായിട്ട് പ്രൊട്ടക്ഷൻ പ്രാർത്ഥന ചെയ്യുന്നില്ല. കാരണം ഞാൻ എന്താ വിശ്വസിക്കുന്നേ? നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? If God is for us, who can be against us? റോമർ 8:30. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഇത്രേ ആയിട്ടുള്ളൂ. നിങ്ങൾ കൊന്ത ചെല്ലുമ്പോഴും നിങ്ങളുടെ ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഒക്കെ ഞാൻ ആലോചിക്കുന്ന, കർത്താവ്, ഈ ജൂബിലി ആഘോഷിക്കേണ്ടതിന്റെ കാര്യം എന്താ? 50 വർഷമായിട്ട് ഇത്ര ആയിട്ടുള്ളൂ. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇതൊക്കെ പറയണത് നിങ്ങളെ
ഒന്ന് ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വളരണമെങ്കിൽ ഈ ഇങ്ങനെയുള്ള ചില പഴംപുരാണങ്ങൾ വിടണം. ഈ പ്രൊട്ടക്ഷൻ പ്രയറിനൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താരാണ്? നമ്മൾ ആരാണ്? നമ്മളിൽ ആരാണ്? നമ്മളിൽ ത്രിത്വൈക ദൈവം വസിക്കുന്നു. യേശു ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടേ ഒരു ചേച്ചി എന്നിട്ട് പറയാണ്, ബ്രദറെ ഞാൻ എൻ്റെ എൽഡറിനോട് ഇത് പറഞ്ഞു. എൽഡർ പറയാണ്, അത് തോമസ് പോളിന് പ്രൊട്ടക്ഷൻ വേണ്ട ആവശ്യമില്ല, നിനക്ക് വേണം. മനസ്സിലായിട്ടോ? മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചു. നമ്മളെങ്ങനെ വളരട്ടെ എന്ന് പറയും. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവും. ആ കഴിഞ്ഞില്ലേ? എന്ത് ഡയറക്ഷനാണ് നമുക്ക് തരേണ്ടത്? ഓരോരുത്തർ എന്ത് ഡയറക്ഷനാ? ആരുടെ ഡയറക്ഷനാണിത്? കർത്താവിന്റെ ഈശോയോട് ചോദിക്കുകയോ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുകയോ വല്ലതും നമ്മൾ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഈ ഡിസേൺമെന്റ് ഓഫ് സ്പിരിറ്റ്, ആത്മാ, നമ്മുടെ സമയം കഴിഞ്ഞോ? 8 മണിയാകാറായി. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോ ഇതിന്റെ പശ്ചാത്തലത്തിൽ, ഇതുവരെ നടന്ന ക്ലാസ്സുകളുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടോ? ചോദ്യമാണോ? വായോ.